എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണുസുതി തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് സ്ഥിരമായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊന്നും ആർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ മുന്നിൽ പല കാര്യങ്ങളും കാണുമ്പോൾ അതിനെതിരെ നമുക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നലെ ഞങ്ങൾ ചില വോയിസ് കോളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വോയിസ് കോളുകളെന്ന് പറഞ്ഞാൽ, അതായത് പുള്ളിക്കാരത്തിയെ പറ്റിയിട്ട് ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ. അതായത് അവരുടെ വീട്ടിൽ സുധിയായിരുന്നു കുക്ക് ചെയ്യുന്നത്, അതുപോലെ സുധിയായിരുന്നു കുക്ക് ചെയ്യുന്നത്, രേണുവിന് സുധിയുടെ മകനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഒരിക്കൽ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ യുദ്ധ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി, രേണുവും ഹസ്ബൻഡും എപ്പോഴും വഴക്കാണ്. പിന്നീട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. സുധി മരണപ്പെടുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി വഴക്ക് കൂടിയപ്പോൾ നിൻ്റെ തല പോടാ എന്നൊക്കെ പറഞ്ഞു. നീ മരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പപ്പായും മക്കളും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ രേണു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതേക്കുറിച്ചിട്ടൊക്കെ വോയിസ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വോയിസ് കോള് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളതുമാണ്. അതായത് ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിലായിരുന്നു ഞാൻ അതിൻ്റെ വോയിസ് കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ചാനലിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഒരു കാര്യം, അതായത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ആ ഒരു വോയിസ് കോള് നമ്മളെല്ലാവരും കേട്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ, ഇവർ ബിഗ് ബോസിൽ പോകുന്നു എന്നൊക്കെ നമ്മളെല്ലാവരും കേട്ടു. അത് ഏതാണ്ട് തീർപ്പായ കാര്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രേണുവിൻ്റെ പേര് ബിഗ് ബോസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സാധാരണയായിട്ട് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ തൊട്ടയൽപ്പക്കത്തൊക്കെ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും സാധാരണ നിലയിൽ ജീവിച്ച ഒരു വ്യക്തിയെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ അവർക്ക് ഒരു ചെറിയ അസൂയയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കും, നിങ്ങൾ ഇത്രയും നാൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, പെട്ടെന്ന് എന്താ തിരുത്തി പറയുന്നതെന്ന്. തിരുത്തിയൊന്നും പറയുന്നില്ല. രേണുസുതി കാണിക്കുന്ന കോപ്രായങ്ങളോട് ഇപ്പോഴും യോജിക്കാൻ പറ്റില്ല. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പല കോപ്രായങ്ങളും കൊനോദങ്ങളും ഉണ്ട്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് പ്രത്യേകിച്ചും ഇവർക്ക് പ്രതീക്ഷിനെ കാണുമ്പോൾ ദേഹം നന്നായിട്ട് തളർന്നു പോകും. അതൊക്കെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തുറന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ആ ഒരു വോയിസ് കോളിൻ്റെ ഉടമ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നീട് അവരതുപോലെ തന്നെ ഒരു ബിനു എന്ന് പറയുന്ന ഒരു വെൽഡറെ വിവാഹം കഴിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ മറ്റു പല റിയാക്ഷൻ വീഡിയോകളിലും കേട്ടിട്ടും ഉണ്ടായിരിക്കാം. അപ്പോൾ അതേക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല എന്നത് തന്നെ ഞാൻ ആദ്യമേ പറയട്ടെ. എല്ലാ വീടുകളിലും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. വഴക്കും പ്രശ്നവും ഇല്ലാത്ത വീടുകളൊന്നുമില്ല. പിന്നീടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അതാണ് എനിക്ക് അവർ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് പറയാനുള്ളത്. സുധി ജീവിച്ചിരുന്നപ്പോൾ രേണുവും സുധിയും കൂടി എപ്പോഴും വഴക്കായിരുന്നു എന്നുള്ള കാര്യത്തിന് ആ ഒരു ലേഡിക്ക് കൊടുക്കാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, വഴക്കില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ വളരെ കുറവാണ്. എത്ര വഴക്കില്ല എന്ന് പറയുന്നവരുടെ അടുത്തും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെങ്കിലും ഉണ്ടാവും. അത് ഓരോ തവണ ഓരോ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ഇണങ്ങുമ്പോൾ കൂടുതൽ സ്നേഹത്തിലേക്ക് വരത്തേ ഉള്ളൂ, അല്ലാണ്ട് അത് വേറൊന്നുമല്ല. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നീട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചുവിന് ഒരു ലാപ്ടോപ്പ് മേടിച്ച് കൊടുത്തതിൻ്റെ പേരിൽ രേണു അവിടെ ഇല്ലാത്ത ബഹളങ്ങൾ അത്രയും ഉണ്ടാക്കി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ അമ്മമാരും അങ്ങനെ ഒന്നുമല്ല. രേണുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാനമ്മയാണ് രേണു കിച്ചുവിൻ്റെ. പിന്നെ രേണു വന്ന ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ, കിച്ചു ചെറിയ കുട്ടിയാണ്, ഒരുപാട് പ്രായമൊന്നും ആയ കുട്ടിയൊന്നും അല്ല ആ ഒരു സമയത്ത്. അപ്പോൾ അത്രയും ചെറിയ കുട്ടിക്ക് ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിട്ടായിരിക്കാം അവരതിനെ വിമർശിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടി നിന്ന സമയത്തോ മറ്റോ കുറച്ചധികം പൈസ കയ്യിൽ വന്ന സമയത്ത് ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ അതവർക്ക് അതിനെ ചോദ്യം ചെയ്തായിരിക്കാം. അതിനെയൊന്നും ഇത്രയും പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ആ ഒരു അയൽക്കാരി പെൺകുട്ടിയോട് പറയാനുള്ളത്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവർ പറഞ്ഞൊരു കാര്യം, രേണു പിന്നെ നട്ട്സൊക്കെ കഴിക്കോളൂ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ അവർ നട്ട്സ് കഴിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്ന് കരുതി രേണു നട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം തിന്നുന്ന ആർക്കും അത് കേട്ടാൽ ഉടൻ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങളിത് കുശുമ്പ് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഇനി അഥവാ അവർ നട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കെട്ടിയോ വേല ചെയ്ത് കൊടുത്ത പൈസയിൽ മേടിക്കുന്ന നട്ട്സല്ലേ കഴിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആദ്യം നിങ്ങളത് പറയൂ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ നട്ട്സ് തിന്നട്ടെ, അവർക്ക് നട്ട്സ് തിന്നാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവർ കഴിക്കുന്നു, അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവർ കഴിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇപ്പോൾ ചമ്മന്തിയും ചോറോ ഉണക്കമീൻ പൊരിച്ചതും കൂട്ടി കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് തന്നെ കഴിക്കണമെന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാൻ കൊള്ളാമോ? അപ്പോൾ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ രേണു സുധിക്ക് ഇപ്പോൾ നട്ട്സ് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ രേണു സുധി നട്ട്സ് കഴിക്കട്ടെ. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വോയിസ് കോൾ ഇവിടെ വെച്ചിട്ട് പറയാത്തതെന്ന് പറഞ്ഞാൽ ലെങ്തായി പോവണ്ട എന്ന് കരുതിയിട്ടാണ്. കാരണം ഈ ഒരു വീഡിയോ വോയിസ് കോൾ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഞാൻ ആ ഒരു വോയിസ് കോൾ മാത്രമേ അതിൽ വച്ചിട്ടുള്ളായിരുന്നു. എനിക്ക് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഈ ചാനലിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ കൂടി പറയാമെന്ന് കരുതിയത്. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ പറയട്ടെ. പിന്നെ അതുപോലെ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ സുധി വീട്ടിലുള്ള സമയത്ത് പിന്നെ സുധിയാണ് അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത്, രേണു ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? ആ പറഞ്ഞ ലേഡി ആരാണെന്ന് എനിക്കറിയില്ല, അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നതൊന്നും നല്ലപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ആ പെൺകുട്ടിയുടെ കെട്ടിയോനോ സഹോദരനോ ആരും കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർക്ക് അതൊക്കെ അയ്യേ ബേ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ സംഭവമൊന്നും ഇല്ല മക്കളെ. അടുക്കളയിൽ കയറി ഒന്ന് കെട്ടിയോൺ ഫ്രീ ആവുന്ന ദിവസം അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം അടുക്കളയിൽ കയറി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അതാ മനുഷ്യൻ എൻജോയ് ചെയ്യുന്നുണ്ടാവാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്ന് പറയാൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമല്ല. അതൊക്കെ അവരുടെ വീട്ടിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ഒന്നും മറ്റൊരാൾ തലയിടേണ്ട ആവശ്യമില്ല. അതാണ് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചുവിൻ്റെ ഫുഡെല്ലാം പുറത്തുനിന്നാണ് കിച്ചുവിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, വീട്ടിനുള്ളിൽ ഭക്ഷണം വെക്കില്ല, എല്ലാം ഹോട്ടലിൽ നിന്നാണ് വരുത്തി കഴിക്കുന്നത് എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് വീടുകളിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് പുതുമയൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഒന്നും വീട്ടിൽ ഹോട്ടലിൽ നിന്നൊന്നും ഭക്ഷണം വരുത്തിയൊന്നും കഴിക്കില്ല. ഞങ്ങളിവിടെ വീട്ടിലുള്ള കഞ്ഞിയും ചുപ്പറ്റുമൊക്കെ വച്ചുണ്ടാക്കി കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം അതിനുവേണ്ടി സാമ്പത്തിക ശേഷി നമുക്കില്ല. ഇനി സാമ്പത്തിക ശേഷി ഉണ്ടാവുകയാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വെച്ച് കഴിക്കുന്ന ഭക്ഷണത്തോടാണ് നമുക്ക് താല്പര്യം. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും എന്നുള്ളതല്ലാണ്ട് അങ്ങനെ വരുത്തി കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്ന് കരുതി ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെ പോലെ വീട്ടിലുള്ളത് മാത്രമേ കഴിക്കാവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ രേണു സുധിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ഉയർച്ചയിലൊന്നും നിൽക്കുന്ന ഒരു ഫാമിലി അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും അവർക്ക് ഫുഡ് പുറത്തുനിന്ന് എടുത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്നതിലിപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇനി അയൽക്കാരായ നിങ്ങൾക്ക് കൂടി തരാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല മോളെ. ഇതൊന്നും വലിയ വിഷയമായിട്ട് എടുത്തുകൊണ്ട് വരേണ്ട കാര്യമല്ല. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുധിയുടെ മകനെ രേണുവിന് തീരെ ഇഷ്ടമല്ല. അത് ആ കുട്ടിക്കും അറിയാമായിരിക്കും. പക്ഷേ കുട്ടി അതേക്കുറിച്ച് കിച്ചു തുറന്നൊന്നും മീഡിയകളിലൊന്നും വന്ന് സംസാരിക്കാത്തതാണ്. കാരണം അവൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ് ഈ ഒരു സ്ത്രീ പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ കുട്ടി പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞ ഒരിത് ആ ഒരു വോയിസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ കിച്ചു അന്ന് ചെറുതായിരുന്നു, ഒരു 2 വയസ്സും കൂടി കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കിച്ചു തീരെ ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, രേണു വന്നു, രേണുവിന് കുട്ടിയായി. രേണുവിന് കുട്ടിയാവുന്നതിന് മുമ്പ് കിച്ചു അവിടെയുണ്ട്. അപ്പോൾ കിച്ചുവിനെ രേണു സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ആ കുട്ടി, ഇപ്പോൾ കിച്ചു സേഫാണ്. കിച്ചുവിൻ്റെ
അച്ഛൻ്റെ ഫാമിലിയിൽ തന്നെയാണ് കിച്ചു ഉള്ളത്. അപ്പോൾ അതേക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു ഇതുവരെയും ഒരു ചാനലിൽ വന്നിട്ടും കിച്ചുവിനെ ഇഷ്ടമായിരുന്നില്ലെന്നോ പണ്ട് ഇഷ്ടമല്ലായിരുന്നെന്നോ ഇപ്പോൾ ഇഷ്ടമല്ലായിരുന്നെന്നോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആ കുട്ടി തുറന്നു പറയുന്നില്ല. ഇനി അഥവാ പണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവൻ തുറന്നു പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ ക്രിമികടിയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതൊന്നും ഓർത്ത് നമ്മൾ തലപിണ്ണാക്കേണ്ട കാര്യമില്ല. പല ഫാമിലികളിലും രണ്ടാനമ്മയായിട്ട് വരുന്ന ലേഡിക്ക് ഒരു പക്ഷേ ആദ്യത്തെ കുട്ടിയോട് അവർ പ്രസവിക്കുന്ന കുട്ടിയോട് ഉള്ള അത്രയും സ്നേഹം ഉണ്ടാവണമെന്നില്ല. അതൊന്നും അത്ര പർവ്വതീകരിച്ച് കാണിച്ച് ഒരു പൊതുജനത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ രേണുവും സുധിയും കൂടി ഒരിക്കൽ വഴക്ക് കൂടിയത്രേ. അതായത് തലമുടി കളറ് ചെയ്യുന്ന വിഷയത്തെ ചൊല്ലിയിട്ട് വഴക്ക് കൂടി. അപ്പോൾ രേണുവിൻ്റെ മുടി കളറ് രേണുവിന് ചെയ്യണം, സുധിക്ക് അത് ചെയ്യണ്ട. അങ്ങനെ അതിൻ്റെ പേരിൽ രണ്ടുപേരും പൊരിഞ്ഞ വഴക്കായിരുന്നു എന്ന് പറയുന്നു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വഴക്കുകളും പ്രശ്നങ്ങളും തന്നെയാണ്. ഇപ്പോൾ വൈഫിന് മുടി കളർ ചെയ്യണം, ചില ആണുങ്ങൾക്കത് ഇഷ്ടമല്ല, അപ്പോൾ അവരവിടെ എതിർക്കും, അപ്പോൾ അതിനെ ചൊല്ലി വഴക്കുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അന്യൻ്റെ കുടുംബത്ത് എന്ത് നടക്കുന്നു എന്ന് ചെവി കൂർത്തിരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളിതൊക്കെ കേൾക്കുന്നത്. അവർ വഴക്കൂടട്ടെ, അവരുടെ തലമുടിയുടെ കാര്യം പറഞ്ഞ് തലമുടി അയാൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അയാൾ സമ്മതിച്ചില്ല. പിന്നെ ഇത് പറയുമ്പോഴും എനിക്കൊരു കാര്യം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. രേണു മോഡേൺ ഡ്രസ്സ് ഇടുമ്പോഴും രേണു ഇത്തിരി പോലുള്ള പാവാട ഉടുക്കുന്നതും രേണു വയറ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതും റീൽസൊക്കെ ചെയ്യുമ്പോഴും രേണു പറയുന്ന മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഇളിക്കൂട് വരെ കാണിച്ച് രേണു നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന സമയത്തും രേണു പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സുധിച്ചേട്ടൻ ഇതൊക്കെ കണ്ടാൽ സന്തോഷിക്കത്തേ ഉള്ളൂ, സുധിച്ചേട്ടൻ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കത്തേ ഉള്ളൂ എന്ന് രേണു കൂടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ തലമുടി കളറ് ചെയ്യുന്നതിന് ഇഷ്ടമില്ലാത്ത സുധിയാണോ രേണു നീ ഈ ഇളിക്കൂടൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുടി കളർ ചെയ്യുന്നതിനെ ചൊല്ലി ഭാര്യയും ഭർത്താവും വഴക്കൂടി. ഇതൊക്കെ എല്ലായിടവും നടക്കുന്ന കാര്യമാണോ? അതൊന്നും അത്ര വലിയ കാര്യത്തിൽ പൊന്തിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വഴക്കൂടിയ കൂട്ടത്തിൽ രേണു പറഞ്ഞു, എടാ നിൻ്റെ തല പോവോടാ, നീ ചാവോടാ എന്ന് രേണു പറഞ്ഞത്രേ. നിൻ്റെ തല പോവോടാ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുധി മരണപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രാഗിയെന്നും പറഞ്ഞ് ഒരാളങ്ങ് മരിച്ചു പോകുമോ? എങ്കിൽ പിന്നെ ഈ ലോകത്തുള്ള ആരെല്ലാം മരിക്കണം? നമ്മൾ ആരെയെല്ലാം പ്രാവുന്നു? എന്തിനു കൂടുതൽ പറയുന്നു? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രാവുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഓരോ ദിവസവും പ്രാവുന്ന ആളുകൾ എന്തുമാത്രം ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരെ കാണുന്നതാണ്. അങ്ങേരെ പ്രാവുന്ന പ്രാക്കും ചീത്തവിളിയും. എന്നിട്ട് അങ്ങേര് ചത്തുപോയോ? ഇല്ലല്ലോ, ഇത്രയും വയസ്സായല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ നല്ല ആരോഗ്യത്തോടു കൂടി. അതുപോലെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പ്രാവുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം വന്ന് പ്രാവിയെന്നും പറഞ്ഞ് അവർക്കൊന്നും സംഭവിക്കത്തില്ല. വഴക്കൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗയൊക്കെ ചെയ്തു എന്നിരിക്കും. അതൊക്കെ നാളെ അങ്ങനെ സംഭവിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആവില്ല ആരും പറയുന്നത്. ഇപ്പോൾ ആരായാലും അങ്ങനെ അയ്യോ ഞാനിങ്ങനെ പറഞ്ഞ് സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടൊന്നും ആരും പറയില്ല. പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിന്നിരിക്കും. പിന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ രേണുവിൻ്റെ പപ്പ സുധിയോട് പറയുമായിരുന്നു അത്രേ, പിന്നെ നീ രണ്ടാം കെട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ ചെല്ലുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു വാക്കിനോട് അത്ര യോജിപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവും രണ്ടാം കെട്ടായിട്ടല്ലേ വരുന്നത്. അതായത് ഈ പറയുന്ന വ്യക്തിയും മറ്റുള്ളവരും തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രേണുവിനെ ആദ്യം സുധി കല്യാണം കഴിച്ചുവെങ്കിലും അതിനു മുമ്പ് കല്യാണം കഴിക്കാതെ തന്നെ ആരുടെ കൂടെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ രേണു താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും സുധി കല്യാണം കഴിക്കുമ്പോൾ രേണു രണ്ടാം കെട്ട് തന്നെയാണ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഇതുപോലെ രണ്ടാം കെട്ടല്ലേടാ എന്നുള്ള ഡയലോഗ് അടിക്കേണ്ട ആവശ്യം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതേക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല, അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ
വോയിസിനുടമയായ സ്ത്രീ പറഞ്ഞ മറ്റൊരു കാര്യം, രേണു ഒരിക്കൽ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വച്ചിട്ട് ആരെയും കണ്ടു. അപ്പോൾ അയാൾ എന്തോ കുശലം ചോദിച്ചു. പിന്നീട് അയാളുമായിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് അയാളെ പീഡന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് രേണു 10,000 രൂപ അയാളിൽ നിന്നും മേടിച്ചു എന്ന് പറയുന്നു. ആ ഒരു പ്രവൃത്തിയോട് ഒട്ടും ഒരു ലോജിക്കും ഇല്ലാത്തൊരു വാക്കാത്. ഒരു പള്ളിയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരുപക്ഷെ അസഭ്യം പറഞ്ഞാൽ പോലും അത് പബ്ലിഷ് ആക്കുമെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ മേടിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. അത് കൊടുത്ത ആളെന്താ അത്രയ്ക്ക് വിഡ്ഢിയാണോ? അത് അവർ പറയുന്ന വാക്ക് പോലും ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയിട്ടില്ല. വാലും തലയും ഇല്ലാത്ത സംസാരമാണത്. അതുകൊണ്ട് അത് വ്യക്തമായിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ലേഡി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രേണുവിൻ്റെ നാട്ടുകാർ ഒന്നടങ്കം ആരെങ്കിലും ചോദിക്കാനായിട്ട് വന്നാൽ സംസാരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. രേണു വന്ന് അവിടെ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും കള്ളത്തരങ്ങളാണെന്നാണ് അവർ പറയുന്നത്. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നീട് എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഓരോ അറ്റത്തുനിന്ന് പൊട്ടിയൊലിക്കാൻ തുടങ്ങിയതായിരിക്കുന്നു തോന്നുന്നു. കുരുപൊട്ടിയതാവുന്നും അങ്ങനെയാണെന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, രേണു സുധിയെയും അത്ര പുണ്യാളത്തിയൊന്നും ആക്കുന്നില്ല. രേണു സുധി ആ ഒരു കൊച്ചു കുഞ്ഞിനെയും കളഞ്ഞിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ മുഴുവനും കാണുമ്പോൾ അയൽപ്പക്കത്തുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ആ ഒരു കാര്യത്തിൽ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. വോയിസ് കോളിൻ്റെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, രേണു സുധി കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളവർക്കൊന്നും ദഹിച്ചൊന്നും വരില്ല. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രേണു സുധിക്ക് നിവർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രതീഷിൻ്റെ നെഞ്ചം കൂട് വേണം. അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടൊക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ. 10-16 മിനിറ്റായി. ഇനി ഇതിലും കൂടുതൽ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും